ഹായ് കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളുടെ ബീന കൃഷ്ണൻ. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് അല്ലെങ്കിൽ അടിസ്ഥാന ശാസ്ത്രത്തിൻ്റെ 9ാമത്തെ ചാപ്റ്ററാണ് ഹെർട്ട് നോട്ട് ദ എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ പരിസ്ഥിതിയെ നോവിക്കാതെ. നിങ്ങളുടെ 9ാമത്തെ ചാപ്റ്റർ ആട്ടോ. അപ്പോൾ അതിൻ്റെ മലയാളത്തിലും ഇംഗ്ലീഷിലുമുള്ള ആൻസർ ഉണ്ട്. കുറച്ച് മാത്രം ഞാനൊരു 2-3 പാർട്ടായിട്ട് ഇടാനേ പറ്റത്തുള്ളൂ നിങ്ങളെ, കാരണം ഇത് മലയാളത്തിലും ഇംഗ്ലീഷിലും ഉണ്ട്. ടെസ്റ്റ് കൂടെ ഒന്ന് വായിച്ച് തന്നിട്ട് നിങ്ങൾക്ക് പറയാം, അപ്പോൾ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവും എന്തുവാണെന്ന് അറിയണ്ടേ. അതുകൊണ്ട് മലയാളം പുസ്തകം ഞാൻ ഇംഗ്ലീഷിൻ്റെ നോട്ടും എഴുതിയിട്ടുണ്ട് കേട്ടോ. മലയാളത്തിൻ്റെ പുസ്തകം എനിക്ക് കിട്ടിയുള്ളൂ കുഞ്ഞുങ്ങളെ, അതുകൊണ്ട് ഞാൻ മലയാളം വായിച്ചിട്ട് നിങ്ങൾക്ക് സംഭവം എന്താണെന്ന് പറഞ്ഞുതരാം. നമുക്ക് എളുപ്പം വായിച്ചിട്ട് എളുപ്പം ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം കേട്ടോ. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ ആയിരിക്കും വേണ്ടുന്നതെന്ന് എനിക്കറിയാം, എന്നാലും ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കുമ്പോഴേ അത് എന്താണെന്ന് അറിയണ്ടേ, അതുകൊണ്ടാണ് കേട്ടോ. നോക്കിക്കേ, 9ാമത്തെ ചാപ്റ്ററാണ് പരിസ്ഥിതിയെ നോവിക്കാതെ. നോക്കണം നിങ്ങളെ, ഇവിടെ നോക്കിക്കേ, നല്ലൊരു പടം കൊടുത്തിട്ടുണ്ട് കണ്ടോ. നമ്മുടെ നേച്ചർ നല്ലൊരു കാണുന്നുണ്ടല്ലോ, കണ്ടോ, നല്ലൊരു പടം കൊടുത്തിട്ടുണ്ട്. പാടത്തിൻ്റെ പേര് കണ്ടല്ലോ. നോക്കിയേ, അതിൻ്റെ താഴെ എന്താ എഴുതി വെച്ചേക്കുന്നത്? നമ്മുടെ കേരളം ഇത്ര മനോഹരമാണ്, കണ്ണിന് കുളിർമ നൽകുന്ന എത്രയെത്ര കാഴ്ചകളാണ് നമുക്ക് ചുറ്റും. എന്നാൽ മനുഷ്യൻ്റെ അശാസ്ത്രീയ ഇടപെടലുകൾ കൊണ്ടുണ്ടായ ചില നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചകളും നമുക്ക് കാണാൻ കഴിയും. അവയുടെ ചിത്രങ്ങൾ ആണ് താഴെ കൊടുത്തിരിക്കുന്നത്, അവ നിരീക്ഷിക്കൂ എന്നാ പറയുന്നത്. നോക്കൂ നിങ്ങളെ, ഇവിടെ നല്ല ഒരു പ്രകൃതിയുടെ പടം കൊടുത്തിട്ടുണ്ട് അല്ലേ. കണ്ട വെള്ളം പോകുന്നു, എൻ്റെ കണ്ടോ. പക്ഷെ എൻ്റെ തൊട്ട് താഴ്ന്നു കണ്ടോ, വേസ്റ്റ് എല്ലാം കൂടെ കൊണ്ടിട്ടു, കുറേ അവിടെ കത്തിച്ചേക്കുന്നു. കണ്ടേ, ഒരു പുഴ ഒഴുകിക്കൊണ്ടിരിക്കുകയോ, അതിനകത്തിലാണ് ഈ സകല ചപ്പ് ചവറുകളും കൊണ്ടിട്ടേക്കുന്നത്. ഇതാ ഈ പടം കൊടുത്തേക്കുന്നത് കണ്ടല്ലോ. എല്ലാവരുടെയും ടെസ്റ്റിലുണ്ടല്ലോ, ഇംഗ്ലീഷ് മീഡിയക്കാരെയും മലയാളം മീഡിയക്കാരെയും പുസ്തകത്തിലുണ്ട് കുഞ്ഞുങ്ങളെ കേട്ടോ. അപ്പം നമ്മുടെ 1ാമത്തെയൊക്കെ എന്തൊക്കെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് അല്ലേ. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ഖരമാലിന്യങ്ങൾ കത്തിക്കുമ്പോൾ ഉയരുന്ന പുക മൂലം ശ്വാസം മുട്ടുന്ന ജീവജാലങ്ങൾ അല്ലേ. പ്ലാസ്റ്റിക്കും ഖരമാലിന്യവും വലിച്ചെറിഞ്ഞത് മൂലം ഒഴുക്കു നിലച്ച ജലാശയങ്ങൾ. നമ്മൾ എന്തൊക്കെയാണ് അവിടെ കണ്ടതെന്ന്, ആ പിക്ചറിനകത്തിൽ എന്തൊക്കെയാണ് കണ്ടതെന്ന്, എന്തൊക്കെ കാഴ്ചകളാണ് കണ്ടതെന്ന് കേട്ടെ. പ്ലാസ്റ്റിക്കും ഖരമാലിന്യങ്ങളും മണ്ണിൽ വലിച്ചെറിയുന്നത് മൂലം മണ്ണിൻ്റെ ഒഴുക്ക് നഷ്ടപ്പെടുന്നു. അപ്പം ഞാനത് എഴുതിയിട്ടുണ്ടോ നിങ്ങളെ, നോക്കിക്കേ. നമുക്ക് എന്തെല്ലാം ഈ പിക്ചർ കണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ഈ പടം കണ്ടോ. അതായത് നമുക്ക് ചുറ്റും എന്തെല്ലാം കാര്യങ്ങളാണ്, നൊമ്പരപ്പിക്കുന്ന കാഴ്ചകളാണ് കാണുന്നതെന്നാണ്. നോക്കണേ, അതിൻ്റെ 1ാമത്തെ ക്വസ്റ്റ്യൻ ആൻസറായിട്ട് ഞാൻ അതാ എഴുതിയേക്കുന്നത്. കാണാൻ പറ്റുന്നുണ്ടോ? ബേണിംഗ് ഓഫ് ഗാർബേജ് ആൻഡ് എയർ പൊല്യൂഷൻ. മാലിന്യങ്ങൾ കത്തിക്കലും വായു മലിനീകരണത്തെക്കുറിച്ചുമാണ്. അപ്പോൾ അതിൻ്റെ താഴോട്ട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് നോക്കിക്കേ, അതിൻ്റെ സന്ദർഭം എന്താണെന്നും പ്രശ്നങ്ങൾ എന്താണെന്നും കണ്ടോ. മാലിന്യങ്ങൾ കത്തിക്കലും വായു മലിനീകരണവും. അപ്പോൾ ഈ ഒരു പേജിനെ കുറിച്ച് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിൽ എഴുതാം. നോക്കണേ, ബേണിംഗ് ഓഫ് ഗാർബേജ് ആൻഡ് എയർ പൊല്യൂഷൻ. മാലിന്യങ്ങൾ കത്തിക്കലും വായു മലിനീകരണവും. നോക്കൂ നിങ്ങളെ, പ്ലാസ്റ്റിക് ബീങ് ബേൺഡ്. പ്ലാസ്റ്റിക് കത്തിക്കുന്നു അല്ലേ. അപ്പം കത്തിക്കുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? എയർ ഗെറ്റ് പൊല്യൂട്ടഡ് ഡ്യൂ ടു സ്മോക്ക്. ഈ പുക മൂലം വായു മലിനമാകുന്നു. നമ്മളോട് പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ദോഷങ്ങൾ എന്തെല്ലാമാണെന്ന് ചോദിച്ചാലും ഈ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ എഴുതിയാൽ മതി. പ്ലാസ്റ്റിക് അന്തരീക്ഷത്തിൽ വരുത്തുന്ന ദോഷങ്ങൾ എന്തെല്ലാം, പ്ലാസ്റ്റിക്കുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളോട് എന്ത് ചോദ്യം ചോദിച്ചാലും ഈ ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയാൽ മതി നിങ്ങൾ കേട്ടോ. എന്താണെന്നറിയോ, പ്ലാസ്റ്റിക് ബീം ബേൺഡ്, പ്ലാസ്റ്റിക് കത്തിക്കുന്നു. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അതാണ്ട് നിങ്ങളുടെ സന്ദർഭം പ്രശ്നങ്ങൾ എന്ന് കണ്ടോ നിങ്ങളെ. സിറ്റുവേഷൻസ് കേട്ടോ, ഇംഗ്ലീഷ് മീഡിയക്കാർക്കാണെങ്കിൽ അവിടെ സിറ്റുവേഷൻസ്, പിന്നെ മലയാളം മീഡിയക്കാർക്ക് എന്താവും നിങ്ങളെ അവിടെ പ്രോബ്ലംസ് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ കേട്ടോ. പേജ് നമ്പർ 162 കണ്ടോ, ഈ 2 ബോക്സിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. പ്ലാസ്റ്റിക് ബീം ബേൺഡ്, പ്ലാസ്റ്റിക് കത്തിക്കുന്നു. അപ്പോൾ എയർ ഗെറ്റ് പൊല്യൂട്ടഡ് ഡ്യൂ ടു സ്മോക്ക്, പുക മൂലം വായു മലിനമാകുന്നു. ഇനി 2 ഡംപിങ് പ്ലാസ്റ്റിക് വേസ്റ്റ് ഇൻ വാട്ടർ ബോഡീസ്. നമ്മൾ ഈ വാട്ടർ ബോഡീസ് വെച്ചാൽ ജലാശയങ്ങളിൽ ഈ പ്ലാസ്റ്റിക് കൊണ്ടുവന്ന് പ്ലാസ്റ്റിക്കിൻ്റെ മാലിന്യങ്ങൾ കൊണ്ട് തള്ളുന്നു. എല്ലാത്തിൻ്റെ മലയാളം ഇംഗ്ലീഷും ഉണ്ടോ നിങ്ങളെ. ഡംപിങ് പ്ലാസ്റ്റിക് വേസ്റ്റ് ഇൻ വാട്ടർ ബോഡീസ്, ജലാശയങ്ങളിൽ പ്ലാസ്റ്റിക്കിൻ്റെ മാലിന്യം തള്ളുന്നു. അപ്പോൾ അവിടെ എന്താവും നിങ്ങളെ, അന്നേരം എന്ത് സിറ്റുവേഷൻ ആയിരിക്കും അവിടെ? ടു ഈസി ഫ്ലോ ഓഫ് വാട്ടർ സ്റ്റോപ്പ്. ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിൻ്റെ മണ്ടയിലല്ലേ ഇതെല്ലാം കൊണ്ടിടുന്നത്. അപ്പോൾ ജലാശയങ്ങളിലെ ഒഴുക്കൊക്കെ നിലയ്ക്കുന്നു, ജലാശയങ്ങളിലെ ഒഴുക്ക് നിലയ്ക്കുന്നു. ഇനി പാതയോരങ്ങളിൽ മാലിന്യങ്ങൾ കൂട്ടിവെക്കുന്നു ഇല്ലേ. ഇപ്പം മിക്ക സ്ഥലങ്ങളിലും വേസ്റ്റ് എല്ലാം കൂടെ കൊണ്ടുവന്ന് കൂട്ടി വെച്ചിരിക്കുക. ഡംപിങ് വേസ്റ്റ് എലോങ് സ്ട്രീറ്റ്സ്
ഡംപിങ് വേസ്റ്റ് ആണ്. വേസ്റ്റസ് എലോങ് സ്ട്രീറ്റ്സ് എന്ന് വെച്ചാൽ എന്താ, ഇങ്ങനെ കൊണ്ടുവച്ച് അതിലൂടെ പോകുമ്പോൾ എന്താ അമിതമായ ദുർഗന്ധം ഉണ്ടാകുന്നു. ഫൗൾ സ്മെല്ല് സ്പ്രെഡ് അറൗണ്ട് അല്ലേ, വേസ്റ്റ് എല്ലാം കൂടി ഇരുന്ന് അഴുകി വാടയെടുക്കുന്നു. ഫൗൾ സ്മെല്ല് സ്പ്രെഡ് അറൗണ്ട്, അമിതമായ ദുർഗന്ധം ഉണ്ടാകുന്നു. ഇനി ഡംപിങ് വേസ്റ്റ് ഇൻ എ പബ്ലിക് പ്ലേസ്, പൊതുസ്ഥലങ്ങളിലും മാലിന്യം കുന്നുകൂടുന്നു. ഡംപിങ് വേസ്റ്റ് ഇൻ പബ്ലിക് പ്ലേസ്, പൊതുസ്ഥലങ്ങളിൽ മാലിന്യം കുന്നുകൂടുന്നു. അപ്പോൾ അവിടെ എന്തായിരിക്കും, രോഗാണുക്കൾ, രോഗവാഹകരായ ജീവികൾ പെരുകുന്നു. പാത്തോജൻസ് എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ, രോഗങ്ങൾ അല്ലെ, രോഗാണുക്കൾ ഉണ്ടാകുന്ന രോഗവാഹകരായ ജീവികൾ അവിടെ എന്ത് ചെയ്യുന്നു, മൾട്ടിപ്പിൾ പെരുകുന്നു. അപ്പോൾ ഒരു 4 ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ അന്തരീക്ഷത്തിലെ ഓരോ കാര്യങ്ങളെക്കുറിച്ച്, പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ, ജലാശയങ്ങളിൽ പ്ലാസ്റ്റിക് മാലിന്യം തള്ളുമ്പോൾ എന്ത് സംഭവിക്കും, പാതയോരങ്ങളിൽ മാലിന്യം കൂട്ടിവെക്കുമ്പോൾ എന്താണ് അവിടെ അല്ലേ, ഡംപിങ് വേസ്റ്റ്, പൊതുസ്ഥലങ്ങളിൽ മാലിന്യം കുന്നുകൂടുമ്പോൾ അവിടെ എന്താ അമിതമായ രോഗങ്ങൾ അവിടെ നിന്നും ഉണ്ടാകുന്നു. അപ്പോൾ നമ്മുടെ ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് കുഞ്ഞുങ്ങളെ കേട്ടോ. അതുകൊണ്ട് ഈ പേജ് നമ്പർ 162 ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, സിറ്റുവേഷനും പ്രോബ്ലം കേട്ടോ. അണ്ട് അതിൻ്റെ ആൻസറാണ് ഇപ്പം നമ്മൾ എഴുതിയത് ടെസ്റ്റിലെ ഒന്നാമത്തെ. ഓക്കെ ആണല്ലോ. ഇനി അതിനകത്തിലെ നോക്കിക്കേ, രണ്ടാമത്തെ, ഈ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തിക്കുന്നത് വഴി ഉണ്ടാകുന്ന പുക, കത്തിത്തീരാത്ത അവശിഷ്ടങ്ങൾ എന്നിവ വായു, മണ്ണ്, ജലം, ജീവജാലങ്ങൾ എന്നിവയെ എല്ലാം പ്രതികൂലമായി ബാധിക്കുന്നുവെന്ന് ബോധ്യപ്പെട്ടല്ലോ. പ്ലാസ്റ്റിക് കത്തുമ്പോൾ ഉണ്ടാകുന്ന പുകയിൽ എന്തൊക്കെ രാസവസ്തുക്കൾ ഉണ്ടാകും, അവ നമ്മുടെ ആരോഗ്യത്തെ എങ്ങനെയെല്ലാം ബാധിക്കുന്നു, താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക വിശകലനം ചെയ്ത് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കൂ നിങ്ങളെ, ഇവിടെ നോക്കിയേ, പ്ലാസ്റ്റിക് കത്തുമ്പോൾ ഉണ്ടാകുന്ന പുകയിൽ എന്തൊക്കെ രാസവസ്തുക്കളാണ് ഉണ്ടാകുന്നത്, പ്ലാസ്റ്റിക്കിൻ്റെ കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. നമ്മുടെ അന്തരീക്ഷത്തിൽ പ്ലാസ്റ്റിക് വരുത്തുന്ന ദോഷങ്ങൾ അല്ലേ, പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഈ പുകയിൽ എന്തൊക്കെ കെമിക്കലുകൾ അല്ലേ, എന്തൊക്കെയാണ് രാസവസ്തുക്കൾ ഉണ്ടാകും, അവ നമ്മുടെ ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുമെന്നാണ്. ഇംഗ്ലീഷ് മീഡിയം എങ്ങനെയാണ് നിങ്ങളെ, വാട്ട് കെമിക്കൽസ് സബ്സ്റ്റൻസ് ആർ പ്രസൻറ്റ് ഇൻ ദ സ്മോക്ക് പ്രൊഡ്യൂസ്ഡ് വെൻ പ്ലാസ്റ്റിക് ഇൻ ബേൺഡ്, ഹൗ ഡു ദേ അഫക്റ്റ് അവർ ഹെൽത്ത്, നമ്മുടെ ആരോഗ്യത്തെ എങ്ങനെയായിരിക്കും കുഞ്ഞുങ്ങളെ ബാധിക്കുന്നത് നോക്കണേ. ഒന്ന്, കാർബൺ മോണോക്സൈഡ് എഴുതാൻ അറിയണേ കുഞ്ഞുങ്ങളെ, വായിക്കും. നിങ്ങൾ ഇതൊക്കെ ആദ്യമായിട്ടായിരിക്കും പഠിക്കുന്നത്, അപ്പോൾ പറയാൻ അറിയണം കേട്ടോ. കാർബൺ മോണോക്സൈഡ് കേട്ടോ, മോണോക്സൈഡ് ഇംഗ്ലീഷ് മലയാളം നോക്കണേ. Even when a small amount reaches the body, problems like headache, fatigue, ബ്ലൈഡ് വിഷൻസ് അല്ലേ, നമ്മുടെ കാഴ്ച കുറയാം, ബ്ലറായിട്ടിരിക്കുന്നുള്ളൂ, ബ്ലറർന്ന് കേട്ടിട്ടുണ്ടോ, ബ്ലറർ വിഷൻസ് ആൻഡ് മെമ്മറി ലോസ് ഒക്കേഴ്സ് ഇൻ ഇൻഹലേഷൻസ്, ഒറ്റ വാക്കാണ് നിങ്ങൾ കേട്ടോ, ഇൻഹലേഷൻ അല്ല, ഇൻഹലേഷൻ ഓഫ് ലാർജ് ക്വാണ്ടിറ്റി ഓഫ് കാർബൺ മോണോക്സൈഡ് ലീഡ് ടു ഡെത്ത് എന്ന് വെച്ചാൽ എന്താ നിങ്ങൾ, വെൻ എ സ്മാൾ എമൗണ്ട് ഓഫ് റീച്ച് ദ ബോഡി പ്രോബ്ലംസ്, അതായത് നമുക്ക് ചെറിയ രീതിയിൽ ഉണ്ടാകുന്ന തലവേദന, ക്ഷീണം, കാഴ്ചമങ്ങൽ, ബ്ലറർ വിഷൻ എന്ന് വെച്ചാൽ കാഴ്ചമങ്ങൽ, ഓർമ്മക്കുറവ് അല്ലേ, മെമ്മറി ലോസ് എന്നീ പ്രശ്നങ്ങൾ നമ്മൾ ഈ പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പുക നമ്മുടെ തലയിലടിച്ചാൽ നമുക്കുണ്ടാകുമെന്ന്. പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ആ സ്മെല്ല് നമുക്ക് അടിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം രോഗങ്ങളാണ് ഉണ്ടാകുന്നത്, തലവേദന ഉണ്ടാകും, ക്ഷീണമുണ്ടാവും, കാഴ്ചയ്ക്ക് മങ്ങൽ വരുന്നു, നമുക്ക് ഓർമ്മക്കുറവ് ഉണ്ടാകുന്നു എന്നീ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇത് കൂടുതൽ അളവിൽ നമ്മൾ ഇതങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ, അളവിൽ ഇത് ശ്വസിച്ചാൽ നമുക്ക് മരണത്തിന് വരെ ഇത് കാരണമാകുന്നു എന്നാണ്. പ്ലാസ്റ്റിക്കിൻ്റെ സ്മെല്ല് അമിതമായിട്ട് ശ്വസിച്ചു കഴിഞ്ഞാൽ മരണത്തിന് വരെ ഇത് കാരണമാകുന്നു എന്നാണ്. കാർബൺ മോണോക്സൈഡ് ആണ് ഒന്നാമത്തെ കേട്ടോ. കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കാര്യത്തെക്കുറിച്ചാണ് പഠിച്ചത്. ഇനി രണ്ടാമത്തെ, സൾഫർ ഡയോക്സൈഡ്. എന്താ നിങ്ങളെ, സൾഫർ ഡയോക്സൈഡ് ആണ് നമ്മൾ ശ്വസിക്കുന്നതെങ്കിലോ കോസസ് കാർഡിയോ വാസ്കുലാർ ആൻഡ് റെസ്പിറേറ്ററി ഡിസീസസ്. വായിക്കാൻ അറിയണേ കുഞ്ഞുങ്ങളെ, കോസസ് എന്തെല്ലാമാണ് കാരണങ്ങൾ. കോസസ് എന്ന് വെച്ചാൽ കാരണം, എന്ത് കാരണങ്ങളാണ് സൾഫർ ഡയോക്സൈഡ് നമ്മൾ ശ്വസിച്ചാൽ, കാർഡിയോ വാസ്കുലാറും റെസ്പിറേറ്ററി ഡിസീസസും, നമുക്ക് ഹൃദയ സംബന്ധമായും കാർഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൃദയത്തെ സംബന്ധിച്ച ഹൃദയ സംബന്ധമായും, റെസ്പിറേറ്ററി ശ്വാസകോശ സംബന്ധമായിട്ടും നമുക്ക് അസുഖങ്ങൾ ഉണ്ടാകും. സൾഫർ ഡയോക്സൈഡ് ശ്വസിച്ചാൽ ഉണ്ടാകുന്ന 2 കാര്യങ്ങൾ. ഓക്കെ ആണോ?
ഇനി നൈട്രജൻ ഡയോക്സൈഡ്, എല്ലാം ഡയോക്സൈഡാണ് കേട്ടോ. ഒന്നാമത്തത് കാർബൺ മോണോക്സൈഡ്, 2 സൾഫർ ഡയോക്സൈഡ്, 3 നൈട്രജൻ ഡയോക്സൈഡ്. വായിക്കാൻ അറിയണേ കുഞ്ഞുങ്ങളെ, ഞാനതാ എടുത്ത് പറയുന്നത്. മലയാളവും ഇംഗ്ലീഷും എഴുതി വെച്ചിട്ടുണ്ട്. ഇംഗ്ലീഷുകാർക്ക് വായിക്കാൻ അറിയാൻ വയ്യെങ്കിൽ മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അടുത്തത് നൈട്രജൻ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, സൾഫർ. ഈ കാർബൺ മോണോക്സൈഡ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തലവേദനയും ക്ഷീണവും കാഴ്ചമങ്ങലും ഓർമ്മക്കുറവും ഒക്കെ ഉണ്ടാവും. കൂടുതലായിട്ട് ശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്ക് മരണത്തിന് വരെയും കാരണമാകും. സൾഫർ ഡയോക്സൈഡ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹൃദയ സംബന്ധമായിട്ട് അസുഖങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ ശ്വാസകോശങ്ങൾക്കും അസുഖമുണ്ടാകും. ഇനി നൈട്രജൻ ഡയോക്സൈഡ് ആണെങ്കിലോ റെസ്പിറേറ്ററി, നമുക്ക് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്ക് ഒന്നാമത്തെ കാരണം ഈ നൈട്രജൻ ഡയോക്സൈഡ് കേട്ടോ. നൈട്രജൻ ഡയോക്സൈഡുകൾ. ഓക്കെ ആണോ നിങ്ങളെ? ഇനിയും 4ാമത്തെ ഉണ്ട്, വേറെ പദാർത്ഥങ്ങളുടെ സൂക്ഷ്മ കണികകൾ, അതായത് പർട്ടിക്കുലർ മാറ്റർ ആൻഡ് ഡയോക്സിൻസ്. അത് നിങ്ങളുടെ ടെസ്റ്റിൽ ഇതെല്ലാം ഈ പറഞ്ഞൊക്കെ ടെസ്റ്റിൽ കിടപ്പുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഞാനിത് ബുക്കിലോട്ട് എഴുതിയത്. നോക്കൂ നിങ്ങളെ, പദാർത്ഥങ്ങളുടെ സൂക്ഷ്മ കണികൾ അല്ലെങ്കിൽ പർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് വെച്ചാൽ ശ്വസനത്തിലൂടെ ഉള്ളിലെത്തുമ്പോൾ തൊണ്ടയ്ക്കും കണ്ണുകൾക്കും ചൊറിച്ചിലുണ്ടാവും. നോക്കണേ നിങ്ങളെ, ഇത് നമ്മൾ ഈ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ നമ്മൾ റോഡിലും അയ്യത്തും ഒക്കെ ഇട്ട് കത്തിക്കത്തില്ലേ? അപ്പം നമുക്ക് ഇത് നമ്മുടെ ശ്വസിച്ച് നമ്മുടെ ഉള്ളിലോട്ട് ചെല്ലുമ്പോഴേ, നമ്മുടെ ശ്വസനത്തിലൂടെ അത് ഉള്ളിലെത്തുമ്പോൾ നമുക്ക് തൊണ്ട അല്ലേ, ശ്വാസം എപ്പോട്ട് വരുമ്പോൾ അത് തൊണ്ടയ്ക്കും കണ്ണുകൾക്കും ചൊറിച്ചിൽ, അതുപോലെ തന്നെ അലർജി, ആസ്മ, ശ്വാസകോശ ക്യാൻസറിന് വരെ ഇത് കാരണമാകുന്നു. അതുപോലെ തന്നെ ഡയോക്സിനുകൾ, ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത ഇത് വർദ്ധിപ്പിക്കുന്നുണ്ട്. അഥവാ ഉണ്ടാകാൻ തയ്യാറായിട്ടിരിക്കുമെങ്കിൽ അത് ഈ ഒരു സ്മെല്ല്, ഡയോക്സിനുകൾ കേട്ടോ, ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത ഇത് വർദ്ധിപ്പിക്കുന്നു. തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളതോ അല്ലെങ്കിൽ ശ്വാസകോശ രോഗങ്ങൾക്ക് ഒക്കെ ഇതൊരു കാരണമാകുന്നു. നിങ്ങളെ തൈറോയിഡ് പ്രശ്നങ്ങളുണ്ടല്ലോ, തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ട് വെച്ചാൽ തൊണ്ടയ്ക്കാണ് ഇത്. നമ്മൾ ഈ ശ്വാസം അകത്തോട്ടും പുറത്തോട്ടും എടുക്കുമ്പോൾ കൂടുതലും തൊണ്ടയ്ക്കോട്ടല്ലേ, തൊണ്ടയിലോട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ശ്വാസകോശ രോഗങ്ങൾക്കൊക്കെ ഇത് കാരണമാണ്. അപ്പോൾ ഈ 4 എണ്ണവും അറിഞ്ഞിരിക്കണേ കുഞ്ഞുങ്ങളെ. കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, പദാർത്ഥങ്ങളുടെ സൂക്ഷ്മ കണികകൾ, ഡയോക്സിനുകൾ കേട്ടോ. ഈ 4 എണ്ണവും നല്ലതുപോലെ പഠിക്കണേ. ഇനി പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തിയുമ്പോൾ പുറന്തള്ളുന്ന രാസവസ്തുക്കൾ ഏതൊക്കെയാണ്? ഇവ നമുക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ശാസ്ത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തൂ. വായു മലിനീകരണം മൂലം വായുവിലെ ഘടകങ്ങൾക്ക് മാറ്റമുണ്ടാകുമോ എന്നൊരു ചോദ്യമുണ്ട്. വായു മലിനീകരണം മൂലം കേട്ടോ, അടുത്തതാണ് നിങ്ങളെ. അതായത് വായു മലിനീകരണം മൂലം വായുവിലെ ഘടകങ്ങൾക്ക് മാറ്റം ഉണ്ടാകുമോ നോക്കാം. നമ്മുടെ വായുവിൽ എന്തെല്ലാം ഉണ്ട് കുഞ്ഞുങ്ങളെ? വായുവിൽ സ്വാഭാവികമായിട്ട് കാണപ്പെടുന്ന ഘടകങ്ങൾ ഏതൊക്കെയാ? അവയുടെ അളവുകൾ താഴെ നൽകിയ പൈ ഡയഗ്രത്തിൽ കണ്ടെത്തി എഴുതുക. പൈ ഡയഗ്രം എന്ന് വെച്ചാൽ സർക്കിളിനകത്ത് വരയ്ക്കുന്നതാണ് കുഞ്ഞുങ്ങളെ. പൈ ചാർട്ട് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പൈ ചാർട്ട്, ഇംഗ്ലീഷുകാർക്ക് പൈ ചാർട്ട് കേട്ടോ. പൈ ചാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കിള് കേട്ടോ, ഒരു വൃത്തത്തിനകത്ത് വരുന്നതാണ്. ഇവിടെ നോക്കിക്കേ, ഈ ടെസ്റ്റിൽ ഏറ്റവും കൂടുതലായിട്ട് വന്നിരിക്കുന്നത് നോക്കൂ കുഞ്ഞുങ്ങളെ. നമ്മളിപ്പോൾ ഗ്രാഫ് വരയ്ക്കുന്ന നോക്കി, ഏറ്റവും കൂടുതലായിട്ട് വന്നിരിക്കുന്നത് നൈട്രജനാണ്. അത് കഴിഞ്ഞിട്ട് ഓക്സിജനാണ്. എല്ലാവർക്കും ടെസ്റ്റ് ഉണ്ടല്ലോ, ഓക്സിജനാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നൈട്രജൻ, ഓക്സിജൻ കഴിഞ്ഞിട്ട് കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് 0.04% ആണ്. ബാക്കിയുള്ള പാർട്ടിക്കിൾസ് എല്ലാം കൂടെ 0.96% ആണ്. അപ്പം ചോദ്യം നമ്മളോട് അതിനകത്തിൽ തന്നെ ചോദിക്കുന്നുണ്ട്, അന്തരീക്ഷ വായുവിൽ ഏതെല്ലാം ഘടകങ്ങളാണുള്ളത് നോക്കാം. നമുക്കത് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് എഴുതിയിട്ടുണ്ടോ നിങ്ങളെ? നോക്കണേ. വിച്ച് ആർ ദ നോക്കണേ, കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? വിച്ച് ആർ ദ എലമെന്റ്സ് ഫൗണ്ട് നാച്ചുറലി ഇൻ എയർ? വായുവിൽ സ്വാഭാവികമായി കാണപ്പെടുന്ന ഘടകങ്ങൾ എന്തെല്ലാം? നമ്മുടെ വായുവിൽ എന്തെല്ലാം കാണപ്പെടുന്നുണ്ടെന്ന് നമുക്ക് വല്ലതും കാണാൻ പറ്റുന്നുണ്ടോ? നമുക്ക് കാണാൻ വല്ലതും പറ്റുന്നുണ്ടോ നിങ്ങളെ? ഇല്ല. വായുവിലുള്ളത് ഏതെന്നറിയാം? നൈട്രജൻ. പരീക്ഷയ്ക്ക് പഠിച്ചിരിക്കണേ, വായുവിൽ എന്തെല്ലാം അടങ്ങിയിട്ടുണ്ട്? നൈട്രജൻ. 78% നൈട്രജനാണ്.
78% നൈട്രജനാണ്. കാർബൺ ഡൈ ഓക്സൈഡ് 0.04%, ഓക്സിജൻ 21%, ബാക്കി വരുന്നവയെല്ലാം 0.96% ആണ്. ആ 4 നല്ലതുപോലെ പഠിക്കണേ നിങ്ങൾ കേട്ടോ, ഏതൊക്കെയാണ് കേട്ടോ. അതായത് നൈട്രജൻ ആണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് കേട്ടോ, നൈട്രജൻ ആണ് ഏറ്റവും കൂടുതൽ. അത് കഴിഞ്ഞിട്ട് രണ്ടാമതാണ് ഓക്സിജൻ കേട്ടോ. അപ്പം വിച്ച് ഈസ് ദ മോസ്റ്റ് അബണ്ടൻ്റ് കോമ്പോണൻ്റ്, ഇതിനകത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന വായു ഏതാ കുഞ്ഞുങ്ങളെ? വായുവിൽ സ്വാഭാവികമായിട്ട് അടങ്ങുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണ്? നൈട്രജൻ ആണ് അല്ലേ, ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന കോമ്പോണൻസ് നൈട്രജൻ ആണ്. വിച്ച് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഓക്സിജൻ ഇൻ എയർ, വായുവിൽ ഓക്സിജൻ്റെ അളവ് 21% ആണ്. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അത്രയും ഓക്കെ ആണല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മുടെ ടെസ്റ്റ് ചോദിച്ചിട്ടുണ്ട്. അന്തരീക്ഷ വായുവിൽ ഏതെല്ലാം ഘടകങ്ങളാണുള്ളത്? ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് നൈട്രജനാണ്. വായുവിൽ ഓക്സിജന്റെ അളവ് 21%. ഈ ചാർട്ടിനെ പറയുന്ന പേര് പൈ ചാർട്ട് എന്നാണ് കേട്ടോ, വട്ടത്തിലായതുകൊണ്ട് പൈ ചാർട്ട്. വായുവിലെ ഘടകങ്ങൾ, നമ്മുടെ വായുവിലെ ഘടകങ്ങൾ ഏതെല്ലാമാണെന്ന് നമ്മൾ ഈ പറഞ്ഞ എന്തൊക്കെയായിരുന്നു? വായുവിലുള്ളത് നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, മറ്റുള്ളവ. അത് എഴുതിക്കൊണ്ടേ കുഞ്ഞുങ്ങളെ. അത് എഴുതിയിട്ട് അത് എത്ര % ഉണ്ടെന്നും എഴുതണം. അതായത് നമ്മൾ പറഞ്ഞത് നമ്മുടെ അന്തരീക്ഷത്തിൽ അല്ലെ നമ്മുടെ വായുവിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് കേട്ടോ. ഓക്കെ ആണോ? ഇനി എന്താണ് ഈ വായു മലിനീകരണം? മലയാളം മീഡിയക്കാർക്ക് എന്താവും നിങ്ങളെ ഈ വായു മലിനീകരണം അല്ലെങ്കിൽ എയർ പൊല്യൂഷൻ എന്നാൽ എന്താണ്? എയർ പൊല്യൂഷൻ ഈസ് കോസ്ഡ് ബൈ ദ മിസ്സിംഗ് ഓഫ് സ്മോക്ക്, ടോക്സിക് ഗ്യാസസ് ആൻഡ് അതർ കെമിക്കൽ സബ്സ്റ്റൻസസ് ഇൻ ദ അറ്റ്മോസ്ഫിയറിക് എയർ. വായിക്കാൻ അറിയണേ നിങ്ങൾ കേട്ടോ. എയർ പൊല്യൂഷൻ ഈസ് കോസ്ഡ് കാരണം ബൈ ദ മിക്സിംഗ് ഓഫ് സ്മോക്ക്, ടോക്സിക് gases and other chemical substance in the atmospheric air. എന്ന് വെച്ചാൽ നമ്മുടെ അന്തരീക്ഷ വായുവിൽ കേട്ടോ, അറ്റ്മോസ്ഫിയർ എന്ന് വെച്ചാൽ അറ്റ്മോസ്ഫിയറിക് എയർ. ഓരോ വാക്കിൻ്റെ അർത്ഥം പഠിക്കണം കേട്ടോ. അറ്റ്മോസ്ഫിയറിക് എയർ എന്ന് വെച്ചാൽ അന്തരീക്ഷ വായു അല്ലേ. അതിലെ സ്മോക്ക് എന്ന് വെച്ചാൽ പുകയും വിഷവാതകങ്ങളും, ടോക്സിക് ഗ്യാസ് എന്ന് വെച്ചാൽ എന്താ? വിഷവാതകങ്ങളും മറ്റ് രാസപദാർത്ഥങ്ങളും മറ്റെന്തെങ്കിലും കെമിക്കൽ സബ്സ്റ്റൻസുകളോ കലരുന്നത് മൂലം അന്തരീക്ഷം മലിനമാകുന്നു കേട്ടോ. ഇതാണ് എന്താ വായു മലിനീകരണത്തിൻ്റെ ഒന്നാമത്തെ കാരണം. ഇതാ കേട്ടല്ലോ. ഓക്കെ ആണോ? അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി വസ്തുക്കൾ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വായു മലിനത്തെക്കുറിച്ചാണല്ലോ നാം ചർച്ച ചെയ്തത്. ഇനി ഈ വസ്തുക്കൾ, ഈ പ്ലാസ്റ്റിക് കത്തിക്കുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ വേസ്റ്റൊക്കെ ഇട്ട് കത്തിക്കുക, ഇങ്ങനെ മാത്രമാണോ നിങ്ങളെ നമ്മുടെ പരിസ്ഥിതി വായു മലിനീകരണമാകുന്നത്? ആണോ? അല്ല. പിന്നെ ഏതൊക്കെയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയൊക്കെ ആയിരിക്കും? നമ്മളോട് അതൊരു ചോദ്യമായിട്ട് ചോദിക്കുക. വായു മലിനീകരണത്തിൻ്റെ മറ്റ് കാരണങ്ങൾ എന്തെല്ലാമാണ്? മലയാളം മീഡിയം എഴുതിക്കുക കുഞ്ഞുങ്ങളെ. മനുഷ്യരുടെ വിവേചനരഹിതമായ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ അഗ്നിപർവ്വത സ്ഫോടനമോ ഭൂകമ്പം, കാട്ടുതീ മുതലായവയെല്ലാം എന്താണ്? വായു മലിനീകരണത്തിന് കാരണമാണ്. കാട്ടുതീ കേട്ടോ, ഭൂകമ്പം ഉണ്ടാകുക, പിന്നെ അഗ്നിപർവ്വത സ്ഫോടനം എന്നിവയെല്ലാം എന്താണ്? വായു മലിനീകരണത്തിന് കാരണമാണ്. ഈ 2 പോയിന്റ് വൃത്തിയായിട്ട് പഠിച്ചാൽ 2 മാർക്കാം കേട്ടോ. 7 എണ്ണമായി. ആ 7ൻ്റെ ഇംഗ്ലീഷ് മീഡിയക്കാർ നോക്കണേ നിങ്ങളെ. ഇംഗ്ലീഷ് മീഡിയത്തിൽ നോക്കണേ. കോസസ് ഓഫ് എയർ പൊല്യൂഷൻ. ഈ എയർ പൊല്യൂഷന് കാരണം എന്താവും നിങ്ങളെ നോക്കിക്കേ. ഇൻഡിസ്ക്രിമിനേറ്റ് ആക്ഷൻസ് ഓഫ് ഹ്യൂമൻ ബീയിങ് ആർ ദ മെയിൻ കോസസ് ഓഫ് എയർ പൊല്യൂഷൻ. wildfire, volcanic eruptions, earthquake, combustions of substance, etc. also causes air pollution. നമ്മളിപ്പോൾ പറഞ്ഞ തന്നെയാണ്. എന്താ അതിൻ്റെ മലയാളമാണ്? എന്താ? മനുഷ്യരുടെ വിവേചനരഹിതമായ പ്രവർത്തനങ്ങൾ. ഇൻഡിസ്ക്രിമിനേറ്റ് എന്ന് വെച്ചാൽ വിവേചനരഹിതമായ, ഇൻഡിസ്ക്രിമിനേറ്റ് ആണ് വിവേചനരഹിതമായ പ്രവർത്തനങ്ങൾ. മനുഷ്യരുടെ വിവേചനരഹിതമായ പ്രവർത്തനങ്ങളും അത് എയർ പൊല്യൂഷൻ ഒരു കാരണമാണ്. അത് മാത്രമാണോ? വൈൽഡ് ഫയർ അല്ലേ? വൈൽഡ് ഫയർ, വോൾക്കാനിക് വനങ്ങൾ തീ കത്തുന്നതും വോൾക്കാനിക് എറപ്ഷനും ഭൂമികുലുക്കവും കമ്പഷൻ ഓഫ് സബ്സ്റ്റൻസ് എക്സെട്ര ആൾസോ കോസസ് എയർ പൊല്യൂഷൻ. 2 എണ്ണേ ഉള്ളൂ കേട്ടോ. 2 എണ്ണം വൃത്തിയായിട്ട് പഠിക്കണേ. Which are the main chemical substance released when fuels are burned? നോക്കണേ നിങ്ങളെ. അടുത്ത ചോദ്യമാണത്. അതായത് നമ്മളോട് ചോദിച്ചു, ഇനി ഈ അയ്യത്തവും അവിടെ ഇവിടെയൊക്കെ ഇട്ട് ഈ വേസ്റ്റ് കത്തിക്കുന്നത് മാത്രമേ ഉള്ളൂ? നോക്കാം. പാചക ഇന്ധനങ്ങളും വായു മലിനീകരണത്തെക്കുറിച്ചുമാണ് അടുത്ത കേട്ടോ. നമ്മളിപ്പോൾ പറഞ്ഞായിരുന്നു വായു മലിനീകരണത്തിന് കാരണം എന്താണെന്ന് ഇപ്പം നമ്മൾ പറഞ്ഞായിരുന്നു ഇല്ലേ. ഇനി അടുത്ത ഹെഡിങ് ആവും നിങ്ങളെ. പാചക ഇന്ധനങ്ങളും വായു മലിനീകരണവും. പാചകത്തിന് ഏതൊക്കെ തരം അടുപ്പുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്? അപ്പോൾ അതായത് നമ്മൾ ഇതുവരെ പഠിച്ചത് കഴിഞ്ഞാൽ ഞാൻ വെച്ചിട്ട് ബാക്കിയായിട്ടായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്ത് നോക്കൂ നിങ്ങളെ. പാചക ഇന്ധനങ്ങളും വായു മലിനീകരണങ്ങളും അല്ലേ. എന്തായിരിക്കും?
കുക്കിംഗ് ഫ്യൂവൽസ് ആൻഡ് എയർ പൊല്യൂഷൻസ്. എന്താ നിങ്ങളെ കുക്കിംഗ് ഫ്യൂവൽസ് ആൻഡ് എയർ പൊല്യൂഷനെ കുറിച്ചാണ്. ഇംഗ്ലീഷ് മീഡിയക്കാർ നോക്കണേ. അതുകൊണ്ട് 3 അടുപ്പിൻ്റെ ഒക്കെ പടം കൊടുത്തേക്കുന്നത് കണ്ടോ? നോക്കാം. പാചകത്തിന് ഏതൊക്കെ തരം അടുപ്പുകളാണ് ഉപയോഗിക്കുന്നത്? പണ്ട് കാലത്ത് എല്ലാവരുടെയും അടുപ്പുകൾ ഇതായിരുന്നില്ലേ? ഇല്ലയോ? ഇപ്പോഴും ഉള്ളിടത്തുണ്ട്. പിന്നെ അതിനുശേഷം അതായത് വിറകടുപ്പ് അല്ലേ? ഫസ്റ്റ് വിറകടുപ്പ്, രണ്ടാമത്തെ ഇത് മണ്ണെണ്ണ സ്റ്റൗ ആണ്, ഇപ്പം ഗ്യാസ് സ്റ്റൗ ആയി അല്ലേ? അപ്പോൾ അടുപ്പ് നോക്കിയേ, വിറകടുപ്പിന് നമ്മൾ ഉപയോഗിക്കുന്ന ഇന്ധനം നോക്കണേ കുഞ്ഞുങ്ങളെ. അത് ഇംഗ്ലീഷ് മീഡിയക്കാർ നോക്കണേ. ഇപ്പം സ്റ്റൗ, അടുപ്പിന് എന്താ ഇംഗ്ലീഷ് പറയുന്നത്? സ്റ്റൗ ആണ്. നിങ്ങളുടെ ബുക്കിനകത്തിൽ എഴുതുന്നേ സ്റ്റൗ ആണ്. ഉപയോഗിക്കുന്ന ഇന്ധനം ഫ്യൂവൽ യൂസ്ഡ്. എന്താ നിങ്ങളെ ഇവിടെ ഉപയോഗിക്കുന്ന ഫ്യൂവൽ യൂസ്ഡ് എന്തായിരിക്കും അവിടെ ഉപയോഗിക്കുന്നത്? നോക്കിക്കേ, വിറകടുപ്പാണെങ്കിൽ അവിടുത്തെ ഇന്ധനം വിറകാണ്, വുഡാണ് കേട്ടോ, വുഡ്. ഇംഗ്ലീഷ് മീഡിയക്കാർ ഇവിടെ എന്തെഴുതണം? വുഡ്, WOOD, വുഡ്, തടിയാണ്. ഇനി മണ്ണെണ്ണ സ്റ്റൗ അല്ലെങ്കിൽ കെറോസിൻ സ്റ്റൗ, മണ്ണെണ്ണയുടെ ഇംഗ്ലീഷ് കെറോസിൻ ആണല്ലോ. കെറോസിൻ സ്റ്റൗ അല്ലെ മണ്ണെണ്ണ സ്റ്റൗ ആണെങ്കിൽ അവിടുത്തെ ഫ്യൂവൽ ആരാണ്? എന്താ? കെറോസിൻ ആണ്, മണ്ണെണ്ണയാണ്. മണ്ണെണ്ണ ഒഴിച്ചല്ലേ കത്തിക്കുന്നത്. ഇനി ഗ്യാസ് സ്റ്റൗ ആണെങ്കിലോ നിങ്ങളെ അവിടെ ഗ്യാസ് ആണ്. ഏത് ഗ്യാസാ? LPG ഗ്യാസ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ ആണോ? വിറക്, മണ്ണെണ്ണ, പാചകവാതകം തുടങ്ങിയ ഇന്ധനങ്ങൾ കത്തുമ്പോൾ വിവിധ രാസവസ്തുക്കൾ പുറന്തള്ളുന്നുണ്ട്. ഉണ്ടല്ലോ നിങ്ങളെ ഇവിടുത്തെ രാസവസ്തുക്കളൊക്കെ ഉണ്ടാവും. വിറക്, മണ്ണെണ്ണ, പാചകവാതകം, നമ്മൾ ഈ 3 കാര്യം പറഞ്ഞപ്പോൾ ഇതൊക്കെ കത്തുമ്പോഴും എന്താ? വിവിധ രാസവസ്തുക്കൾ പുറന്തള്ളുന്നുണ്ട്. എന്തൊക്കെയാന്ന് നോക്കാം. കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, പദാർത്ഥങ്ങളുടെ സൂക്ഷ്മ കണികകൾ തുടങ്ങിയ രാസവസ്തുക്കളാണ് പ്രധാനമായും പുറത്തു വരുന്നത്. ഇവ അമിതമായി ശ്വസിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങൾ നേരത്തെ മനസ്സിലാക്കിയില്ലേ? നമ്മൾ ഫസ്റ്റ് പറഞ്ഞില്ലേ കുഞ്ഞുങ്ങളെ? കാർബൺ മോണോക്സൈഡും ഇല്ലേ പറഞ്ഞില്ലായിരുന്നു? ഓക്കെ, കാർബൺ സൾഫർ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ് എന്നൊക്കെ പറഞ്ഞില്ലേ? അപ്പോൾ അതെല്ലാം ഓർത്തോണേ കുഞ്ഞുങ്ങളെ. ഇതൊക്കെ ഇപ്പം നമ്മൾ പറഞ്ഞ വിറകടുപ്പായാലും മണ്ണെണ്ണ സ്റ്റൗ ആയാലും ഗ്യാസ് സ്റ്റൗ ആയാലും ഇതിൻ്റെയൊക്കെ സ്മെല്ല് നമ്മൾ അകത്തോട്ട് ചെല്ലുമ്പോൾ ഏതൊക്കെയാണ് അവിടെ അടങ്ങിയിരിക്കുന്നതെന്ന് നോക്കണേ. അല്ലേ? കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, പദാർത്ഥങ്ങളുടെ സൂക്ഷ്മ കണികകൾ കേട്ടോ, അതൊക്കെയാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. നോക്കണേ, കോസസോ അത് പറഞ്ഞു. വിച്ച് ആർ ദ മെയിൻ കെമിക്കൽ സബ്സ്റ്റൻസ് റിലീസ്ഡ് വെൻ ഫ്യൂവൽസ് ആർ ബേൺഡ്. കേട്ടോ, എന്താ വെൻ, അതായത് വിച്ച് ആർ ദ മെയിൻ കെമിക്കൽ സബ്സ്റ്റൻസ്, വിച്ച് ആർ ദ മെയിൻ കെമിക്കൽ സബ്സ്റ്റൻസ് റിലീസ്ഡ് വെൻ ഫ്യൂവൽസ് ആർ ബേൺഡ്. ഇന്ധനങ്ങൾ കത്തുമ്പോൾ പുറത്തുവിടുന്ന രാസവസ്തുക്കൾ ഏതൊക്കെയാണ് നോക്കണേ കുഞ്ഞുങ്ങളെ? കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, പാർട്ടിക്കിൾസ് മാറ്റർ. കേട്ടോ, അതിൻ്റെ മലയാളം കൊടുത്തിട്ടുണ്ട് കേട്ടോ, വായിക്കറിയാൻ ഒന്ന് നോക്കിക്കോണേ. ഇനി വാട്ട് മെഷർ ഷുഡ് ബി ടേക്കൺ ടു കൺട്രോൾ എയർ പൊല്യൂഷൻസ് ഇൻ ദ കിച്ചൺ ഡ്യൂ ടു ബേണിംഗ് ഓഫ് കുക്കിംഗ് ഫ്യൂവൽ. എന്ന് വെച്ചാൽ നമ്മുടെ പാചക ഇന്ധനങ്ങൾ കത്തുന്നത് മൂലം അടുക്കളയിൽ ഉണ്ടാകുന്ന വായു മലിനീകരണം നിയന്ത്രിക്കാൻ എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാം? അടുക്കളയിൽ ഈ വായു മലിനീകരണം ഉണ്ടാകത്തില്ലേ? നമ്മളിപ്പോൾ ഈ പറഞ്ഞില്ലേ, ഇതൊക്കെ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും കുഞ്ഞുങ്ങളെ? നമുക്കിപ്പോൾ എന്തായാലും അടുക്കളയിൽ കയറി വല്ലതും വെച്ചെങ്കിലേ നമുക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം പിന്നെ അതൊക്കെ ഒഴിവാക്കാൻ പറ്റുമോ? അടുക്കളയിൽ കയറാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. പാചക ഇന്ധനങ്ങൾ കത്തുന്നത് മൂലം അടുക്കളയിൽ ഉണ്ടാകുന്ന വായു മലിനീകരണം നിയന്ത്രിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നോക്കാം കുഞ്ഞുങ്ങളെ. ഫസ്റ്റ്, കൺസ്ട്രക്ഷൻ ഓഫ് ചിമ്മിനി നിർമ്മിക്കുക എന്നുള്ള. കൺസ്ട്രക്ഷൻ ഓഫ് ചിമ്മിനി എന്ന് വെച്ചാൽ പുക ആ ചിമ്മിനി വഴി അങ്ങ് വെളിയിൽ പോകും അല്ലേ? പ്രോപ്പർ വെന്റിലേഷൻ, മതിയായ വെന്റിലേഷൻ. നമ്മൾ ഈ അടുപ്പിലും ഒക്കെ ഓരോന്ന് വെക്കത്തില്ലേ കുഞ്ഞുങ്ങളെ? അല്ലെ അടുപ്പ് കത്തിക്കത്തില്ലേ? അപ്പോൾ ആ പുക കറക്റ്റായിട്ട് വെളിയിൽ പോകത്തക്ക രീതിയിലാണ് ഈ പറയുന്നത്. സ്മോക്ക്ലെസ് സ്റ്റൗ, പുകയില്ലാത്ത അടുപ്പുകൾ വെക്കണം. പുകയില്ലാത്ത അടുപ്പൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ. പിന്നെ അവോയ്ഡിങ് പാർട്ടിക്കിൾസ് ബേണിംഗ്, പൂർണ്ണ ജ്വലനം ഉറപ്പാക്കുക. യൂസസ് ഓഫ് പൊല്യൂഷൻസ് ലെസ് ഫ്യൂവൽസ്, മലിനീകരണം ഇല്ലാത്ത ഇന്ധനങ്ങൾ ഉപയോഗിക്കുക. 5 എണ്ണം എഴുതിയിട്ടുണ്ട്. 4 എണ്ണമെങ്കിലും നല്ലതുപോലെ പഠിക്കണേ കുഞ്ഞുങ്ങൾ കേട്ടോ, കാരണം അത് ഇമ്പോർട്ടൻ്റാണ്. നമ്മുടെ മെഷർ ഷുഡ് ബി ടേക്കൺ ടു കൺട്രോൾ എയർ പൊല്യൂഷൻ ഇൻ ദ കിച്ചൺ ഡ്യൂ ടു ബേണിംഗ് ഓഫ് കുക്കിംഗ് ഫ്യൂവൽസ്. വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. 4 എണ്ണമെങ്കിലും നല്ലപോലെ സ്പെല്ലിങ് കറക്റ്റായിട്ട് വൃത്തിയായിട്ട് എഴുതണേ. നിങ്ങളോട് ആദ്യം ഞാൻ പറയുന്നത് നമ്മളെല്ലാം പഠിച്ചു എന്ന് പറഞ്ഞുകൊണ്ടായില്ല കുഞ്ഞുങ്ങളെ, എഴുതി തന്നെ പഠിക്കണം. ഈ എഴുതി പഠിക്കുക എന്ന് പറയുന്നത് എന്തിനാണെന്നറിയോ? നിങ്ങൾ കൈയക്ഷരം വൃത്തിയായിട്ട് എഴുതാൻ വേണ്ടിയാണ്. പേപ്പർ നോക്കുമ്പോൾ കുട്ടികളടുത്ത് ചോദിക്കുമ്പോൾ എല്ലാവരും ആൻസർ പറയുന്നുണ്ട്, അവരെങ്ങനെയെങ്കിലുമൊക്കെ പഠിച്ചുകൊണ്ട് വരുന്നുണ്ട്.
പക്ഷേ നമ്മൾ പരീക്ഷയിട്ട് പേപ്പർ നോക്കുമ്പോൾ എന്തൊക്കെയാണെന്നറിയാമോ? കാരണം അവർ പഠിച്ചിട്ട് എഴുതുന്നത് എന്തൊക്കെയോ എഴുതി അങ്ങ് വെക്കുമോ, അവർക്ക് തന്നെ ഒരു ഇതില്ലാതെ എഴുതി വെക്കും. അപ്പോൾ അതിലൊന്നും വലിയ കാര്യമില്ല. ഒരു വരിയാണ് എഴുതിയെങ്കിലും ആ എഴുതുന്നത് വീറും വൃത്തിയായിട്ട് എഴുതുക എന്നുള്ളതാണ് കേട്ടോ. നമ്മൾ പഠിക്കുന്നെങ്കിലും എഴുതുന്നത് വൃത്തിയായിട്ട് എഴുതണ്ടേ കുഞ്ഞുങ്ങളെ കേട്ടോ. സമാധാനത്തെ, എന്തിനേ ധൃതി, സമാധാനത്തെ വൃത്തിയായിട്ട് എഴുതുക. ഇത് കേൾക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളോടും പറയാനുള്ളത് വാരി വലിച്ചു പഠിച്ചു എന്ന് പറഞ്ഞതുകൊണ്ടായില്ല കേട്ടോ. നിങ്ങൾക്ക് ഞാനൊരു ഗുണദോഷമായിട്ടോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വിചാരിക്കാം. വാരി വലിച്ച് ഞാൻ 10 ചാപ്റ്റർ പഠിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഒറ്റ ചാപ്റ്ററെ പഠിച്ചുള്ളതെങ്കിലും അതെന്ത് ചെയ്യുക, വൃത്തിയായിട്ട് എഴുതി പഠിക്കുക, എഴുതാനറിയുക, സ്പെല്ലിംഗ് അറിയുക. മലയാളം മീഡിയക്കാർക്ക് പ്രത്യേകിച്ചും മലയാളം എഴുതാനറിയുക. സ്വന്തമായിട്ടാണെങ്കിൽ ഒരു സെൻറ്റൻസ് എഴുതാനറിയുക. ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് സ്പെല്ലിങ് കറക്റ്റായിട്ട് പഠിക്കുക കേട്ടോ. കേട്ടോ കുഞ്ഞുങ്ങളെ, ഇത് നിങ്ങളുടെ ഞാനൊന്ന് ഗുണദോഷം ഉപദേശിക്കുക കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ പേപ്പർ ഇനി അങ്ങോട്ട് പോകുന്തോറും നല്ല രീതിയിൽ എഴുതിയെങ്കിലേ മാർക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. കൂടുതൽ നമ്മുടെ പേപ്പർ നോക്കുന്നത് കൂടുതൽ ഇതായിട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പം നിങ്ങൾ ആ രീതിയിൽ വേണം എഴുതാൻ കേട്ടോ. ഇതെന്തിനാ പറയുന്നതെന്ന് വല്ലതും തോന്നുന്നുണ്ടോ? അപ്പോൾ നോക്കൂല്ലേ, ഹൗ ഡസ് ദ ഇൻക്രീസ് ഇൻ പെട്രോൾ ഓർ ഡീസൽ വെഹിക്കിൾ അഫക്റ്റ് ദ എയർ? നമ്മളവിടെ ആയോ നോക്കാം. നമ്മളിവിടെ ചിമ്മിനിയൊക്കെ നിർമ്മിച്ചില്ലേ, പാചക ഇന്ധനങ്ങൾ കത്തുന്നത് മൂലം അടുക്കളയിലൊക്കെ അത് പഠിച്ചു. അടുക്കളയിൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നതിനും വാഹനങ്ങളിലും നാം പലതരം ഇന്ധനങ്ങൾ ഉപയോഗിക്കാറില്ലേ? നമ്മൾ ഈ അടുക്കളയിലെ സാധാ സ്റ്റൗവും മണ്ണെണ്ണ സ്റ്റൗവും ഗ്യാസും ഒക്കെ പറഞ്ഞില്ലേ കുഞ്ഞുങ്ങളെ, അതുപോലെ തന്നെ നമ്മൾ വാഹനങ്ങളിലും ഇല്ലേ ഇന്ധനങ്ങൾ ഉപയോഗിക്കാറില്ലേ? ഈ വാഹനങ്ങളിൽ നാം സാധാരണയായി ഉപയോഗിക്കുന്ന ഇന്ധനങ്ങൾ ഏതൊക്കെയാ കുഞ്ഞുങ്ങളെ? വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം പെട്രോളും ഡീസലും കൂടുതലായിട്ടല്ലേ. ഇപ്പം ഗ്യാസ് അല്ലേ, വേറെ ഗ്യാസ് ഇതും ഉണ്ടാവണം. കൂടുതലായിട്ട് പെട്രോളും ഡീസലും ഒന്നും പറഞ്ഞാൽ മതി. ഇനി വാഹനങ്ങളും വായു മലിനീകരണങ്ങളുമാണ് അടുത്ത കുഞ്ഞുങ്ങളെ. വാഹനങ്ങളും വായു മലിനീകരണങ്ങളും നമ്മൾ അതിനെക്കുറിച്ച് നോക്കാം. ഓട്ടോമൊബൈൽസ് ആൻഡ് എയർ പൊല്യൂഷനെ കുറിച്ചാണ് കേട്ടോ. ഇംഗ്ലീഷ് മീഡിയക്കാർ നോക്കണ്ടേ കുഞ്ഞുങ്ങളെ. പെട്രോൾ, ഡീസൽ തുടങ്ങിയ ഇന്ധനങ്ങൾ ഉപയോഗിച്ച് വാഹനങ്ങളുടെ എഞ്ചിൻ പ്രവർത്തിക്കുമ്പോഴും സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, പദാർത്ഥങ്ങളുടെ സൂക്ഷ്മ കണികൾ എന്നിവ പുറത്തു വരുന്നുണ്ട്. നോക്കണേ നിങ്ങളത് അറിഞ്ഞായിരുന്നോ? പെട്രോളും ഡീസൽ തുടങ്ങിയ ഇന്ധനങ്ങൾ നമ്മൾ ഉപയോഗിച്ച് വാഹനങ്ങളുടെ എഞ്ചിൻ പ്രവർത്തിക്കുമ്പോഴും സൾഫർ ഡയോക്സൈഡ്, നമ്മൾ മുമ്പ് പറഞ്ഞ ആ 4 കാര്യങ്ങളും ഇവ പുറത്തു വരുന്നുണ്ട്. ഇവ വായുവിൽ കലരുന്നത് മൂലം വായു മലിനീകരണത്തിന് ഇടയാകുന്നുണ്ട്. കേരളത്തിലെ വാഹന പെരുപ്പത്തെക്കുറിച്ച് പറഞ്ഞേക്കുന്നുണ്ടോ നിങ്ങൾ ഇവിടെ നോക്കിയേ. 2013 ഒരു ഇത് കൊടുത്തേക്കുന്നുണ്ടോ? ബാർ ഡയഗ്രമാണ് കൊടുത്തിരിക്കുന്നത്. മുമ്പ് പൈ ചാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ, വട്ടത്തിൽ ഇരിക്കുന്നത് അതുകൂടെ നൈസായിട്ട് അങ്ങ് പഠിച്ചോണം കേട്ടോ. വട്ടത്തിൽ ഇരിക്കുന്നത് പൈ ചാർട്ടും ഇത് ബാർ കേട്ടോ. ബാർ ഡയഗ്രമാണിത്, ബാർ ഡയഗ്രം കണ്ടോ. ഇതിനെ ഇങ്ങനെ ഈ കട്ട ഉണ്ടോ ബാർ ഡയഗ്രാം. ഓക്കെ, നമുക്ക് നോക്കാം. നോക്കിയേ, 2013 80 ലക്ഷം പേർക്കായിരുന്നു വാഹനങ്ങളുള്ളത്. നോക്കണേ കുഞ്ഞുങ്ങളെ, 2013 80 ലക്ഷം പേർക്കായിരുന്നു വാഹനങ്ങളുള്ളത്. അത് 2015 2 കൊല്ലം കൂടെ കഴിഞ്ഞപ്പോൾ 94 ലക്ഷമായി. 2017 ആയപ്പോൾ 1 കോടിയായി. 1 കോടി 1 ലക്ഷമായി കേട്ടോ. 2019 ആയപ്പോഴത്തേക്കും 1,33,00,000 ലക്ഷമായി. 2021 1,48,00,000 ലക്ഷമായി. 2023 ആയപ്പോഴത്തേക്കും 1,63,00,000 വാഹനങ്ങളായി. അയ്യോ, ഒന്നാലോചിച്ച് നോക്കിയല്ലേ. അതായത് 2013 വാഹനങ്ങളുടെ എണ്ണം ഏകദേശം എത്രയാണെന്നാണ് പറയുന്നത്? 80 ലക്ഷമാണ്. 2023 ആയപ്പോഴത്തേക്ക് 1,63,00,000 അത് മാറി. 2013 നിന്നും 2023 ആയപ്പോഴേക്കും വാഹനങ്ങളുടെ എണ്ണത്തിൽ എന്ത് മാറ്റമാണ് അവിടെ സംഭവിച്ചത്? കുഞ്ഞുങ്ങളെ എന്തായിരിക്കും? 2000 മുതലാണ്? 2013 മുതൽ അല്ലേ 2023 ആയപ്പോഴത്തേക്കും എന്ത് മാറ്റം അവിടെ? 80 ലക്ഷത്തിൽ നിന്നും 1,63,00,000 അതങ്ങ് വർദ്ധിച്ചു. അതായത് 80 ലക്ഷത്തിൻ്റെ വർധനവ് അവിടെ ഇരട്ടിയായിട്ട് വന്നിട്ടുണ്ട് അല്ലേ. 83 ലക്ഷത്തിൻ്റെ അല്ലേ, 83 ലക്ഷം വാഹനങ്ങളുടെ അധികം വന്നിട്ടുണ്ട് അല്ലേ. 83 crores ലാക്സ്. ഈ 83 ലക്ഷം അല്ലേ, 83 ലക്ഷം ഡബിളായി. 83 lakh ഡബിള്.
കൂട്ടുകാരുമായിട്ട് ചർച്ച ചെയ്ത് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ. പെട്രോൾ ഡീസൽ വാഹനങ്ങളുടെ വർധനവ് വായുവിനെ എങ്ങനെയാണ് ബാധിക്കുക? കൂടുതൽ പേർക്ക് യാത്ര ചെയ്യാവുന്ന സ്വകാര്യ വാഹനങ്ങളിൽ ഒരാൾ മാത്രം യാത്ര ചെയ്യുന്ന സന്ദർഭങ്ങൾ കണ്ടിട്ടില്ലേ? ഇത് കഴിയുന്നത്ര ഒഴിവാക്കേണ്ടതല്ലേ അല്ലേ കുഞ്ഞുങ്ങളെ? ഇപ്പം അടുത്തടുത്ത ഒരു 4 വീട്ടിൽ നിന്ന് അതിൻ്റെ 5ാമത്തെ വീട്ടിൽ എന്തെങ്കിലും ഒരു പരിപാടിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ 5 വീട്ടിൽ നിന്നും കാർ എടുത്തുകൊണ്ടായിരിക്കും പോകുന്നത് അല്ലേ? അപ്പോൾ അതൊക്കെ ഒഴിവാക്കി കൂടെ. പിന്നെ സൈക്കിൾ പോലെയുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് പരിസ്ഥിതിക്ക് എങ്ങനെ ഗുണകരമാകും? നിങ്ങളുടെ കണ്ടെത്തലുകൾ ക്ലാസ്സിൽ അവതരിപ്പിക്കൂ. സൈക്കിള്, നിങ്ങൾ ആർക്കൊക്കെ സൈക്കിളുണ്ട് കുഞ്ഞുങ്ങളെ? ആ കമൻറ്റ് ബോക്സിൽ ആ സൈക്കിളുള്ളവരൊക്കെ ഒന്ന് പറയണേ. നിങ്ങൾ സൈക്കിളിൽ സ്കൂളിൽ പോകുന്നവർ കേട്ടോ, അടുത്തൊക്കെ സ്കൂളിലുള്ളവർ സൈക്കിളിലല്ലേ പോകുന്നത്? സൈക്കിളിൽ പോകുന്നവർ ആ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണേ നിങ്ങൾ കേട്ടോ, ഒന്ന് അറിയാനാണ്. ഇപ്പോൾ ആരൊക്കെയാണ് സൈക്കിളിൽ പോകുന്നത്? എല്ലാവരും വണ്ടിയിലാണോ? മിക്കവാറും ഉള്ള രക്ഷകർത്താക്കൾ കൊണ്ടുവിടുമായിരിക്കും, അല്ലെങ്കിൽ സ്കൂൾ വണ്ടി വരുമായിരിക്കും. എൻ്റെ ചോദ്യം, ഇവിടെ സൈക്കിളിൽ സ്കൂളിൽ പോകുന്നത് ആരൊക്കെയാണെന്ന് ആ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണേ. നോക്കാം. ഇവിടെ നമ്മളോട് ഹൗ ഡസ് ദ ഇൻക്രീസ് ഇൻ പെട്രോൾ ഓർ ഡീസൽ വെഹിക്കിൾ അഫക്റ്റ്? പെട്രോൾ ഡീസൽ വാഹനങ്ങളുടെ വർധനവ് വായുവിനെ എങ്ങനെ ബാധിക്കുന്നു നിങ്ങളെ? ടു സ്മോക്ക് ആൻഡ് ഗ്യാസ് ഫ്രം ദീസ് പൊല്യൂട്ട് ദെയർ. വാഹനങ്ങളിൽ നിന്നുള്ള പുക മലിനീകരണത്തിന് കാരണമാകുന്നു അല്ലേ? വാഹനങ്ങളിൽ നിന്ന് അടിക്കുന്ന പുക എന്താണ്? നമ്മുടെ വായുവിനെ മലിനീകരിക്കുന്നു അല്ലേ? അത് ആ ഒരു വരി പഠിച്ചു വെച്ചേക്കണേ. ഹൗ ഡസ് ദ യൂസ് ഓഫ് വെഹിക്കിൾസ് ലൈക്ക് ബൈസൈക്കിൾസ് ബെനിഫിറ്റ് ദ എൻവയോൺമെൻറ്റ്? സൈക്കിൾ പോലെയുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് പരിസ്ഥിതിക്ക് എങ്ങനെ ഗുണകരമാവും? അത് നല്ലൊരു ചോദ്യമല്ലേ കുഞ്ഞുങ്ങളെ? നമ്മൾ സൈക്കിൾ പോലെയുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് പരിസ്ഥിതിക്ക് എങ്ങനെ ഗുണകരമാവും? എങ്ങനെ ആയിരിക്കും കുഞ്ഞുങ്ങളെ? ഞാനൊരു 3 എഴുതി വെച്ചിട്ടുണ്ട്. ഒരു 5-6 ഉണ്ട്. 3 ചെറുത് നോക്കിയൊരു 3 നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി ചെറിയത് നോക്കിയൊരു 3 എഴുതിയേക്കാം. എന്താ? ഹെൽപ്പ് ടു റിഡ്യൂസ് എയർ പൊല്യൂഷൻ അല്ലേ? വായു മലിനീകരണം കുറയുന്നു. ഇതിനകത്തിൽ എവിടെ വായു മലിനീകരണം അല്ലേ? അങ്ങനെ ഒരു സാധനമേ ഇല്ല. വായു മലിനീകരണം കുറയുന്നു. പിന്നെ റിഡ്യൂസ് നോയിസ് പൊല്യൂഷൻസ്, ശബ്ദ മലിനീകരണം കുറയ്ക്കുന്നു അല്ലേ? സൈക്കിളിന് ഒരു നിന്നൊരടി മാത്രമേ ഉള്ളൂ അല്ലേ? അല്ലാതെ മറ്റു കുഴപ്പമൊന്നുമില്ല അല്ലേ? ശബ്ദ മലിനീകരണം കുറയ്ക്കുന്നു. റെഡ്യൂസ് ട്രാഫിക് കൺജക്ഷൻ, ഗതാഗത കുരുക്ക് കുറയ്ക്കുന്നത് സഹായിക്കുന്നു അല്ലേ? 3 ചെറിയ 3 നമ്മുടെ സൈക്കിളിനെ കുറിച്ച് കേട്ടോ, ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. ഹൗ ക്യാൻ ലിമിറ്റ് എയർ പൊല്യൂഷൻ ഡ്യൂ ടു വെഹിക്കിൾ? വാഹനങ്ങൾ മൂലമുള്ള വായു മലിനീകരണം നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാം? നോക്കൂ നിങ്ങൾ, ഇവിടെ ഇത്രയും നമ്മളെന്താ അവിടെ അത്രയും പറഞ്ഞു. ഓക്കെ, വാഹനങ്ങൾ മൂലമുള്ള വായു മലിനീകരണം എങ്ങനെ നമുക്ക് നിയന്ത്രിക്കാം എന്നാണ് 12ാമത്തെ ചോദ്യം. എങ്ങനെ നിയന്ത്രിക്കാം നോക്കാം. ഒന്ന് നോക്കൂ നിങ്ങളെ. മിനിമൈസ് ദ യൂസ് ഓഫ് വെഹിക്കിൾ. നമ്മൾ സൈക്കിളിൻ്റെ ആ 3 പഠിക്കണം കേട്ടോ. മിനിമൈസ് ദ യൂസ് ഓഫ് വെഹിക്കിൾ, വാഹനങ്ങളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക. എവിടെയോട്ടെങ്കിലും നമ്മളൊന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മൾ എന്താ 2 വീലർ അല്ലെങ്കിൽ 4 വീലർ എടുത്തുകൊണ്ടാണ് പോകുന്നത് അല്ലേ കുഞ്ഞുങ്ങളെ? ഇല്ലേ? ആരെങ്കിലും നടക്കുമോ? ഇല്ല. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത എന്താ? മിനിമൈസ് ദ യൂസ് ഓഫ് വെഹിക്കിൾസ്, വാഹനങ്ങളുടെ ഉപയോഗം പരമാവധി എന്താണ്? കുറയ്ക്കുക. പിന്നോ യൂസ് ലെസ് പൊല്യൂട്ടിങ് ഫ്യൂവൽസ് ഇൻ വെഹിക്കിൾസ്, മലിനീകരണം കുറഞ്ഞ ഇന്ധനങ്ങൾ വാഹനങ്ങളിൽ ഉപയോഗിക്കുക. മലിനീകരണം കുറഞ്ഞത്. പിന്നെ യൂസ് വെഹിക്കിൾസ് ലൈക്ക് ബൈസൈക്കിൾസ് എന്ന് വെച്ചാൽ സൈക്കിൾ പോലെയുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുക. പൊതുവാഹനങ്ങൾ ഉപയോഗിക്കുക. ഇനി നമുക്ക് കൂടുതലായിട്ട് നമ്മൾ ബസ്, ട്രെയിന്, അതാണ് പൊതുവാഹനങ്ങൾ എന്ന് പറഞ്ഞത്, അങ്ങനെയുള്ളവ ഉപയോഗിക്കുക. ഇപ്പോൾ എല്ലാവരും കൂടെ ഒരിടത്ത് എവിടെയെങ്കിലും ഒന്ന് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്താണ് ബസ് സ്റ്റേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ബസ്സിന് പോകുന്നതാണല്ലേ. ഇപ്പോൾ ആരും ബസ്സിലില്ല അല്ലേ? വളരെ കുറച്ച് പേരുള്ളവർക്കും സ്വന്തമായിട്ട് വാഹനം ആയതുകൊണ്ട് എല്ലാവരും സ്വന്തമായിട്ട് വാഹനങ്ങളിൽ പോവുകയാണ് അല്ലേ? അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് ബസ്സോ അല്ലെങ്കിൽ ലോങ് ആണെങ്കിൽ ട്രെയിനോ ഒക്കെ ഉപയോഗിക്കുക എന്നാണ് പറയുന്നത്. പൊതുവാഹനങ്ങൾ നമ്മൾ ഉപയോഗിക്കുക. ഇതൊക്കെ എന്തിന് കാരണമാവും നിങ്ങളെ? ഇതെല്ലാം ഹൗ ലിമിറ്റ് ദ എയർ പൊല്യൂഷൻ അല്ലേ? എയർ പൊല്യൂഷന് ലിമിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആവുന്നില്ല, നമ്മുടെ എല്ലാ വാഹനങ്ങളിലും നമ്മൾ പറയും പുക പരിശോധന എന്ന് പറയത്തില്ലേ അല്ലേ? സ്മോക്ക് ടെസ്റ്റിംഗ് ഓഫ് വെഹിക്കിൾ നെസസറി. പുക പരിശോധനയുടെ ആവശ്യം എന്താ സത്യത്തിൽ? നമ്മുടെ ടെസ്റ്റിൽ കണ്ടോ? ഒരു പിക്ചർ കൊടുത്തേക്കുന്നുണ്ടോ നിങ്ങളെ? പുക പരിശോധനയെക്കുറിച്ച് കണ്ടോ? വാഹന പുക പരിശോധന കേന്ദ്രം ഇല്ലേ? ഇത് നമ്മുടെ ഈ ലിങ്ക് കാണുന്ന എല്ലാവരും ഒരു വട്ടമെങ്കിലും അവിടെ പോയി കാണും അല്ലേ? വാഹനങ്ങളുള്ളവർ പോയി കാണും. നോക്കാം. വാഹനങ്ങളുടെ പുകയിൽ അനുവദനീയമായതിനാൽ കൂടുതൽ ദോഷകരമായ രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനാണ് പുക പരിശോധന നടത്തുന്നത്. എഞ്ചിൻ തകരാറ്, കാലപ്പഴക്കം, ഇന്ധനങ്ങളിലെ മായം തുടങ്ങിയവ കൊണ്ട് വാഹന പുകയിൽ കൂടുതൽ ദോഷകരമായ രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ടോ എന്ന് പുക പരിശോധനയിലൂടെ നമുക്ക് കണ്ടെത്താം. പുക പരിശോധന എങ്ങനെയാണ്
വായുമലിനീകരണം കുറയ്ക്കാൻ സഹായകമാകുന്നത്? ക്ലാസ്സിൽ ചർച്ച ചെയ്യൂ. ഒരു വാഹന പുക പരിശോധന കേന്ദ്രം സന്ദർശിച്ചിട്ട് അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ നിങ്ങൾ ചോദിച്ചറിയൂ എന്നൊക്കെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എന്താ ചെയ്യുന്നത്? ബൈ സ്മോക്കിംഗ് ടെസ്റ്റിംഗ് ഇറ്റ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് വെദർ വെഹിക്കിൾസ് എമിഷൻസ് കണ്ടെയ്ൻസ് മോർ ഹാംഫുൾ കെമിക്കൽ സബ്സ്റ്റൻസ് ഡ്യൂ ടു എൻജിൻ ഫെയിലർ, ഏജ് ഓഫ് വെഹിക്കിൾസ് ആൻഡ് ഇംപ്യൂരിറ്റീസ് ഇൻ ഫ്യൂവൽ. അല്ല, മനസ്സിലാവുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. സ്മോക്ക് ടെസ്റ്റിംഗ് ഈസ് ക്യാരിഡ് ഔട്ട് ടു ഫൈൻഡ് ഔട്ട് വെദർ ദ സ്മോക്ക് ഓഫ് വെഹിക്കിൾസ് കണ്ടെയ്ൻസ് മോർ ദാൻ ദ പെർമിസിബിൾ എമൗണ്ട് ഓഫ് ഹാംഫുൾ സബ്സ്റ്റൻസ്. എന്താവും നിങ്ങളെ? ബൈ സ്മോക്കിംഗ് ടെസ്റ്റിംഗ് ഇറ്റ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് വെദർ വെഹിക്കിൾ എമിഷൻസ് കണ്ടെയ്ൻ മോർ ഹാംഫുൾ കെമിക്കൽ സബ്സ്റ്റൻസ് എന്ന് വെച്ചാൽ വാഹനങ്ങളുടെ പുകയിൽ അനുവദനീയമായതിനാൽ കൂടുതൽ ദോഷകരമായ രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതിന് പുക പരിശോധന നടത്തുന്നത്. നമ്മുടെ വാഹനങ്ങളുടെ പുകയിലെ അതിനകത്തിൽ ഉൾക്കൊള്ളുന്ന അനുവദനീയമായ അതിൽ കൂടുതലായിട്ടുള്ള ദോഷകരമായ എന്തെങ്കിലും രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതിന് പുക പരിശോധന നടത്തുന്നത്. ഇനിയോ, സ്മോക്ക് ടെസ്റ്റിംഗ് ഈസ് ക്യാരിഡ് ഔട്ട് ടു ഫൈൻഡ് ഔട്ട് വെദർ ദ സ്മോക്ക് ഓഫ് വെഹിക്കിൾസ് കണ്ടെയ്ൻസ് മോർ ദാൻ ദ പെർമിസിബിൾ എമൗണ്ട് ഓഫ് ഹാംഫുൾ സബ്സ്റ്റൻസ്. ഇനി അത് മാത്രവുമല്ല, എന്താവും നിങ്ങളെ, എൻജിൻ ഫെയിലർ ആയിട്ടുള്ളതോ അല്ലേ, അതുപോലെ തന്നെ ഏജ് ഓഫ് വെഹിക്കിൾസ് ആൻഡ് ഇംപ്യൂരിറ്റീസ് ഇൻ ഫ്യൂവൽ, എൻജിൻ തകരാറോ എന്തെങ്കിലും കാലപ്പഴക്കം ചെന്നതാണോ അല്ലേ, ഏജ് ഓഫ് വെഹിക്കിൾസ് പഴയ കാലപ്പഴക്കം ചെന്നതാണോ, ഇന്ധനങ്ങളിൽ എന്തെങ്കിലും ഇംപ്യൂരിറ്റീസ് ഇൻ ഫ്യൂവൽ, ഇന്ധനങ്ങളിൽ എന്തെങ്കിലും മായമുണ്ടോ, ഇവയെല്ലാം വാഹന പുകയിൽ കൂടുതൽ ദോഷകരമായ രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ പുക പരിശോധനയിലൂടെ നമുക്ക് കണ്ടെത്താമെന്നാണ് കേട്ടോ. ഇത് ടെസ്റ്റിൽ നല്ലപോലെ കൊടുത്തിട്ടുണ്ടോ നിങ്ങളെ? അത് വൃത്തിയായിട്ട് പുക പരിശോധനയെക്കുറിച്ച് ചിലപ്പോൾ 3 മാർക്ക് 5 മാർക്കിനൊക്കെ ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണ്. നമുക്കപ്പോൾ ഇന്ന് ഇത്രയും മതി കുഞ്ഞുങ്ങളെ. കൂടുതൽ തന്ന് നിങ്ങളെ ഇത്രയും നിങ്ങൾ പഠിച്ചിട്ട് എഴുതിയെടുത്ത് പഠിച്ചിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് പറയണേ കുഞ്ഞുങ്ങളെ. 13 ക്വസ്റ്റ്യനും ആൻസറും ഇംഗ്ലീഷും മലയാളവും എഴുതിയിട്ടുണ്ട്. നിങ്ങളത് എഴുതിയെടുക്കണേ, വൃത്തിയായിട്ട് എഴുതിയെടുത്തിട്ട് പഠിച്ചിട്ട് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. നിങ്ങളെ എന്നിട്ട് ഞാൻ ബാക്കി ഇടാം. ഓക്കെ, താങ്ക് യു.